തിരുമേനി, എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് തന്നിട്ട് ഒരു ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ചേക്കാൻ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് അവിടെ പോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല എൻ്റെ കയ്യിൽ ഇരുന്ന ആ കാശ് തീർന്നു പോവുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ആ വഴിപാടുകൾ ചെയ്യാൻ പോകാൻ തുടങ്ങുകയാണ്. പക്ഷേ ചിലർ പറയുന്നു ആ വഴിപാട് തുകയ്ക്ക് വേണ്ടി സമർപ്പിച്ച കാശ് തന്നെ ഉപയോഗിച്ച് അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ദോഷം കിട്ടുമെന്ന്. ഇത് വാസ്തവമാണോ? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നമുക്ക് ഒരു ക്ഷേത്രത്തിലെ പൂജാ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നേരിട്ട് പോയി ചെയ്യാൻ പറ്റാത്തതോ, ചിലപ്പോൾ നാട്ടിലൊന്നും ഇല്ലാതെ വിദേശത്തൊക്കെ നിൽക്കുമ്പോൾ പലരും മറ്റൊരാളെ ആശ്രയിച്ചിട്ടാണ് ഈ വഴിപാടുകളൊക്കെ ചെയ്യാറുള്ളത്. പലരും പൈസ ബാങ്ക് ത്രൂ കൊടുക്കും, ചിലരാണെങ്കിൽ നേരിട്ട് കൊടുക്കും. അപ്പോൾ ആ തുക ആ ക്ഷേത്രത്തിലെ വഴിപാടുകൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ് ഇത് സ്വീകരിക്കുന്ന ആളിന്റെ കർത്തവ്യം. അത് കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ വഴിപാടിന് വേണ്ടിയിട്ട് തുക സ്വീകരിച്ച ആളിന് ആ ദോഷങ്ങൾ വന്നുകൂടാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വഴിപാട് തുകകളൊക്കെ കൈപ്പറ്റുന്നവർ അത് ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത അതേ രൂപ തന്നെ ക്ഷേത്രത്തിൽ സമർപ്പിക്കണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് രൂപ സ്വീകരിച്ചിട്ട് നമ്മൾ ഗൂഗിൾ പേ വഴിക്കോ അല്ലാതെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു നോട്ടൊക്കെ ആയിരിക്കും അതിനുവേണ്ടി കൊടുക്കുന്നത്. നമ്മൾ ആ മൂല്യത്തെ, അതേ തുകയെ അവിടെ വിനിയോഗിച്ചോ എന്നുള്ളതേ ഉള്ളൂ കാര്യം. അല്ലാതെ അതേ നോട്ട്, അതേ നമ്പറുള്ള നോട്ടൊന്നും അവിടെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ മൂല്യത്തെ ക്ഷേത്രത്തിൽ കൊടുത്ത് ആ വഴിപാട് നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രസക്തം. അത് ഇവിടെ ഇയാൾ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ ദോഷങ്ങളും ഇതിന് മൂലം വന്നുകൂടുകയില്ല.